കണ്ണിനും മനസ്സിനും കുളിർമ, അതിമനോഹരം എന്നിങ്ങനെയാണ് കണ്ണൂർ പുഷ്പോത്സവ നഗരിയിലെത്തിയാൽ നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കുക. നോക്കത്താ ദൂരത്ത് പൂക്കളും ചെടികളും. നമുക്ക് ആ മനോഹര കാഴ്ചകളൊന്ന് കാണാം. ലക്ഷക്കണക്കിന് പൂക്കളും ചെടികളും ഫലവൃക്ഷത്തൈകളും ഓർക്കിഡും. ഇത് കാണാൻ ഊട്ടി പുഷ്പോത്സവത്തിനൊന്നും പോകേണ്ട, കണ്ണൂർ പോലീസ് മൈതാനിയിൽ എത്തിയാൽ മതി. അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി ഒരുക്കിയ കണ്ണൂർ പുഷ്പോത്സവമാണ് വർണ്ണവസന്തത്തിന്റെ കുളിർക്കാഴ്ച ഒരുക്കുന്നത്. ഈ പുഷ്പോത്സവ നഗരിയിലേക്ക് ജനങ്ങൾ ഒഴുകുകയാണ്. ആറ് പതിറ്റാണ്ടോളമായി കണ്ണൂരിൽ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി പുഷ്പോത്സവം ഒരുക്കുന്നുണ്ട്. ഓരോ വർഷവും വൈവിധ്യങ്ങൾ നിറച്ചാണ് സംഘാടകർ എത്താറുള്ളത്. കൃഷിയോടും ഗാർഡനിങ്ങിനോടും പ്രത്യേക അടുപ്പം ആളുകളിൽ വളർത്താൻ ഈ ഉദ്യമത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. തങ്ങളുടെ ലക്ഷ്യവും അതുതന്നെയെന്ന് പുഷ്പോത്സവത്തിന്റെ മീഡിയ കമ്മിറ്റി കൺവീനർ ടി.പി. വിജയൻ. കാർഷിക മേഖലയിലും പൂക്കൃഷിയിലും ചെടികളിലും ഫലവൃക്ഷ തൈകളിലും ആളുകളുടെ മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അവർക്ക് കൂടുതൽ പ്രചോദനം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരമൊരു പരിപാടി ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഓരോ വർഷവും പുതിയ ആളുകൾ കൂടിക്കൂടി വരികയും ഈ പുതിയ ചെടികളും പുതിയ സസ്യങ്ങളും മറ്റ് ഫലവൃക്ഷ തൈകളും വാങ്ങുന്നതിനുള്ള ഒരു ആവേശകരമായ കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്ന ബഹുഭൂരിപക്ഷം ആളുകളും വൻ ശേഖരവുമായിട്ടാണ് ഈ സ്റ്റാളിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ഇവരുടെ കൃഷിയോടുള്ള ആഭിമുഖ്യം, ചെടികളോടുള്ള ആഭിമുഖ്യം, പൂക്കളോടുള്ള ആഭിമുഖ്യം, ഇതെല്ലാം നമുക്ക് സ്വന്തം തന്നെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി കഴിയണം, അല്ലെങ്കിൽ വികസിപ്പിക്കാൻ കഴിയണം എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ഈ കാണികളിലും പുഷ്പപ്രേമികളിലും ഈ സസ്യപ്രേമികളിലുമൊക്കെ ജനിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്കും ആവേശകരമായ അനുഭവമായി മാറിയിട്ടുള്ളത്. പുഷ്പോത്സവത്തിലെ കാഴ്ചകൾ അതിമനോഹരമെന്നാണ് കാണാൻ എത്തിയവരും പറയുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. മോളെയും കൂട്ടി എൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് വന്നതാണ്. കണ്ണിന് കൗതുകം തോന്നുന്നുണ്ട്. ഇതായിട്ട് നല്ല ഭംഗിയുണ്ട്. നല്ല ഇതിൽ അടുക്കും ചിട്ടയിലും വെച്ചതുകൊണ്ട് നല്ല ഇത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പുഷ്പോത്സവത്തിനാണ് പ്രാവശ്യം കുറെ കാണാനുണ്ട്. നമ്മേൻ്റെ ഫ്രണ്ട് കണ്ടിട്ട് പറഞ്ഞു. എല്ലാ വർഷവും പുഷ്പോത്സവത്തിന് എത്തുന്നവരും ഉണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ മനോഹരമാണ് ഇത്തവണത്തെ ഡിസ്പ്ലേ. സ്വതവേ നല്ലതാണ്. എല്ലാ വർഷവും നമ്മൾ വരുന്നതാണ്. ഇത് തന്നെ ഈ തവണ തന്നെ ആദ്യ ഉദ്ഘാടനത്തിൻ്റെ തലേദിവസം വന്നിരുന്നു. പിന്നെ ഇത് രണ്ടാമത്തെ വരവാണ്. ഇഷ്ടപ്പെട്ടു. നല്ല രസമായിട്ടുണ്ട്. വേറെ ഒരു കുഴപ്പമില്ല. നല്ല സിസ്റ്റമെല്ലാം ഓക്കെയാണ്. ഫ്ലവർ ഡിസ്പ്ലേ ഒക്കെ നല്ല അടിപൊളിയാണ് ഇത്തവണ. കഴിഞ്ഞ വർഷത്തിലെക്കാട്ടും മെച്ചമാണെന്നാണ് എനിക്കിപ്പം തോന്നുന്നത്. രണ്ടാമത്തെ വരവാണ്. മനം കുളിർപ്പിക്കുന്ന കാഴ്ചകളാണ് എങ്ങുമെന്നും കാണികൾ പറയുന്നു. നല്ല വർണ്ണം പൂക്കളെല്ലാം കാണുമ്പോൾ കണ്ണും മനസ്സും കുളിർമ. അടിപൊളിയാണ്. നല്ല കാണാനുണ്ട്. നല്ല രസമുണ്ട്. മൊത്തത്തിലൊരു കളർഫുള്ളാണുള്ളത്. ഹരിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് മൊത്തത്തിലൂടെ കാണുന്നത്. അടിപൊളിയാണ്. നല്ലത് തന്നെ കണ്ടുകൊണ്ട് വരുന്ന എല്ലാവരും. വിദേശിയടക്കം നിരവധി വൈവിധ്യമാർന്ന പൂക്കളും ചെടികളും ഓരോ സ്റ്റാളുകളിലും ഒരുക്കിയിട്ടുണ്ട്. മറ്റ് നഴ്സറികളിൽ നിന്ന് ലഭിക്കുന്നതിലും വിലക്കുറവുമുണ്ട്. പൂക്കളുടെയും ചെടികളുടെയും വർണ്ണലോകം കണ്ണൂർ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി ഒരുക്കുന്നതിന് പിന്നിൽ പല ലക്ഷ്യങ്ങളുമുണ്ട്. വർഷത്തിലൊരിക്കലാണ് ഈ പുഷ്പോത്സവം അവർ സംഘടിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴായി പ്രകൃതിയോട് പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തു മനോഹരിയാണ് നമ്മുടെ ഈ പ്രകൃതി. ആ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മളല്ലാതെ മറ്റാരാണുള്ളത്? ഈ ഒരു മന്ത്രം നമ്മുടെ മനസ്സിൽ നിറച്ചു മാത്രമേ ഇവിടെ നിന്നും ഓരോ ആളുകൾക്കും മടങ്ങാനാവുകയുള്ളൂ. അതുതന്നെയാണ് ഈ പുഷ്പോത്സവം നൽകുന്ന സന്ദേശവും. പുഷ്പോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ യദു കണ്ണപുരത്തിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.